സുധിച്ചേട്ടനെ കൊന്നതാണ് എന്റെ പപ്പ സുധിച്ചേട്ടൻ മരിക്കാൻ തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക, മരിക്കൂ എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജിൽ. ആളെങ്ങനെയാണ് സുധിച്ചേട്ടൻ, ഞാൻ കൊന്നതാണോ? ഞാൻ എങ്ങനെയാണ് സുധിച്ചേട്ടനെ കൊല്ലുന്നത്? ഞാൻ കിടന്ന് ഉറങ്ങുക സുധിച്ചേട്ടൻ മരിക്കും, ഞാൻ അറിയുന്ന പോലും ഇല്ല ആൾ മരിക്കുന്നത്. എല്ലാവർക്കും അറിയാന്നല്ലേ കയ്പമംഗലത്ത് പനമ്പിക്കുന്നതിൽ വണ്ടി ഇടിച്ച് മരിച്ചതെന്ന്. പിന്നെ എന്തിനാണ് ഇത്? ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ട ആത്മഹത്യ ചെയ്യണം, അതാണ് ഇവരുടെ ആത്മഹത്യയെ പേടിച്ചിട്ടില്ല. ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക്. ഞാൻ ഇപ്പോഴും പറയാം, ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യന് ഒരു പേടി. പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു, അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം. മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ. കാരണം നമ്മൾ മാക്സിമം നെല്ലിപ്പലക കണ്ടിരിക്കുന്നു, പിള്ളേരെ സമൂഹത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചാകത്തില്ല. കാരണം ഇന്നലെ വന്നേക്കുന്നത് ഞാൻ സുധിച്ചേട്ടനെ കൊന്നത് എന്റെ പപ്പ കൊന്നതാണ്. എനിക്കറിയില്ല ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് നമ്മള്. അതാണ് ഞാൻ പറയുന്നത്, ഇനി എന്താണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്നത് ഇങ്ങനെ ഈ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ കുറെ, ഇവരെന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത അവർ പറഞ്ഞോട്ടെ, നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് വിഷയമല്ല. കൊന്നതാണ്, എന്റെ വീട്ടുകാർ കൊന്നു സുധിച്ചേട്ടനെ എന്തിനാ ഞങ്ങൾ കൊല്ലുന്നത്? ഇനി അതാണോ ഈ മക്കളെ കൂടെ തല്ലി കൊന്നിട്ട്? മൂത്ത മോനെ അതിൽ വലിയ കുട്ടിയാ, അവന് ഞാൻ വിളിച്ചാന്ന് കൊച്ചിന് കൊടുത്തിട്ട് ഞാൻ ചാകത്തുള്ളൂ. മലയാളികൾക്ക് ഇപ്പോൾ രേണു സുധി എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം സോഷ്യൽ മീഡിയയിലെല്ലാം രേണുവാണ് ഇപ്പോൾ സംസാര വിഷയം. വിമർശനങ്ങളും വിവാദങ്ങളും രേണുവിനെ തേടി എത്താറുണ്ടെങ്കിലും രേണുവിന്റെ വിശേഷങ്ങളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. നേരത്തെ കൊല്ലം സുധിയുടെ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെടുത്തി രേണുവിനെതിരെ കുറ്റപ്പെടുത്തലുകളും വന്നിരുന്നു. കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. സുധിയുമായി പിരിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അവർ. ആദ്യ ഭാര്യ ഉപേക്ഷിച്ചതിന് ശേഷമാണ് തന്റെ ജീവിതത്തിലേക്ക് രേണു വന്നതെന്നാണ് കൊല്ലം സുധി നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നു എന്ന് അവകാശപ്പെട്ട് വീണ എന്നൊരു സ്ത്രീ ഈ അടുത്ത് രംഗത്ത് വന്നു. ഭർത്താവായിരുന്ന സമയത്ത്, അതായത് സുധി രേണുവുമായിട്ട് ചാറ്റ് ചെയ്തെന്നും ഇവരുടെ ബന്ധം അറിഞ്ഞപ്പോൾ താൻ പിരിയുകയായിരുന്നു എന്നാണ് വീണ വെളിപ്പെടുത്തിയത്. എന്നാൽ ഇതിനെക്കുറിച്ച് എല്ലാം വീണ്ടും സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വീണ. നിയമപരമായിട്ടാണ് സുധിയെ വിവാഹം ചെയ്തിരുന്നതെന്നാണ് വീണ പറയുന്നത്. രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കാണിക്കുന്ന രേഖ വ്യാജമാണെന്ന് വീണ വാദിക്കുന്നുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് വീണ പറയുന്നുണ്ട്. കൊല്ലം സുധിയുടെ കുടുംബത്തെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും അവരെ കൊണ്ട് തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് വീണ വ്യക്തമാക്കി. രേണു തന്നെ കുറിച്ച് മോശമായി പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ താൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു ആർട്ടിസ്റ്റാണ്, വലിയ സെലിബ്രിറ്റി അല്ലെങ്കിലും എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. രേണു മോശമായി സംസാരിച്ചു, എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പലരും ചോദിച്ചു. നിയമപരമായിട്ട് നീങ്ങാനാണ് പറഞ്ഞത്. പരാതി കൊടുത്താൽ ഞങ്ങളിൽ മാത്രം അത് ഒതുങ്ങും. എല്ലാവരും ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മീഡിയകളിൽ വന്ന് തുറന്നു പറയുന്നതെന്നും വീണ പറയുന്നു. രേണു നേരത്തെ വിവാഹം ചെയ്തിരുന്നു. രേണു ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. രേണുവിന്റെ കുറെ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. രേണുവിന്റെ പഴയ കാലത്തെക്കുറിച്ചും അന്വേഷിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് വീണ പറയുന്നു. സുധിയുടെ പേരിലല്ല ഇപ്പോൾ നിൽക്കുന്നതെന്ന് രേണു പറയുന്നു. രേണു സീറോയാണ്. സുധി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് രേണു വന്നത്. ഇന്നും അങ്ങനെയാണ്. നേരിട്ട് അവളെ കണ്ടാൽ അടിച്ചവളുടെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും. ഇനി ഏത് സഭയിലാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങിയാലും പ്രശ്നമില്ല എന്നാണ് വീണ പറയുന്നത്. നേരത്തെയും വീണ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കൊല്ലം സുധിയുടെ ആദ്യ വിവാഹ ബന്ധം തകർന്ന ശേഷം തന്നെയാണ് രണ്ടാമത് വിവാഹം ചെയ്തതെന്നും ഈ ഒരു ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ പറയുന്നുണ്ട്. താൻ സുധി വിവാഹം ചെയ്യാതെ കൊണ്ട് നടന്ന ആളാണെന്നാണ് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് താൻ സത്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നതെന്നാണ് വീണ പറയുന്നത്. അതുമാത്രവുമല്ല, ഈ ഒരു രേണു പല സ്ഥലങ്ങളിൽ ഈ ഒരു വീണയെ കുറിച്ച് മോശക്കാരിയാക്കിയെന്നും അവർ പറയുന്നുണ്ട്. ഇന്ന് പേര് വെളിപ്പെടുത്താതെയാണ് വീണ രംഗത്ത് വന്നിരുന്നത്. പിന്നീടാണ് പേരുൾപ്പെടെ വെളിപ്പെടുത്തിക്കൊണ്ട് അവർ വീണ്ടും രംഗത്ത് വന്നത്. 2013 കല്യാണം നടന്നത്. കൊല്ലത്ത് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത്. ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നും ഇല്ലായിരുന്നു. ബോറായി സംസാരിക്കുന്നവരുണ്ടായിരുന്നു. ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു. നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത്. അന്ന് പുള്ളിക്ക് ഒരു മകനുണ്ട്. അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. റിസപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത്. ഇവൾ കൊച്ചാണ്, എന്തിനാണ് ഇവളുടെ ജീവിതം തുലയ്ക്കുന്നതെന്ന് ആ ഒരു ഫാമിലിയിലുള്ളവർ എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ആളുടെ ആദ്യ ഭാര്യ ശാലിനിയും ഞാനും നല്ല കമ്പനിയായിരുന്നു, വിളിക്കാറുമുണ്ടായിരുന്നു. സുധിച്ചേട്ടനും രേണുവും ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമാണ്. സുധിച്ചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല. അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല. ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും. അന്ന് ഗൂഗിൾ പേ ഇല്ല. ഈ ബില്ല് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടായത്. ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് അവൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു വഴക്കിട്ടിട്ടുണ്ട്. എന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു. നീ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേ, എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അവൾക്ക് 3.5-4 വയസ്സുള്ള മോനുണ്ട്.
പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നീ മോനെ നോക്കി ജീവിക്കെന്ന് ഞാൻ പറഞ്ഞു. എന്നെ കാണണമെന്നും പറഞ്ഞിരുന്നു. അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും, അപ്പോൾ നീ വന്ന് കാണുമെന്ന് പറഞ്ഞാണ് ഞാൻ അന്ന് ആ ഫോൺ വെക്കുന്നത്. അടുത്ത മാസം എന്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ചത് അറിയുന്നത്. ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു. സുധിച്ചേട്ടൻ ചാനലിൽ വന്ന് പറഞ്ഞ 99% കാര്യങ്ങളും കള്ളമാണ്. ശാലിനി മകന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. പുസ്തകങ്ങളും ഡ്രസ്സുകളും ഒക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. കുട്ടിയെയും കൊണ്ടാണ് അവൾ ആദ്യം പോയത്. കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു എന്നാണ് വീണ പറയുന്നത്. അത് മാത്രമല്ല, തന്റെയും കൊല്ലം സുധിയുടെ വിവാഹ ബന്ധം തകരാൻ കാരണം ഈ രേണു തന്നെയായിരുന്നെന്നാണ് ഇവർ ആരോപിക്കുന്നത്. രേണുവിന്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി. സുധിച്ചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നു. താനുമായി സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചതെന്ന് അറിയാമായിരുന്ന വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത്. തന്റെ വീട്ടിൽ നിന്ന് കൊല്ലം സുധിയെ ഇറക്കി വിടുകയായിരുന്നെന്നും ഇവർ പറയുന്നുണ്ട്. കോട്ടയം സ്വദേശിയും പാസ്റ്ററുമായ ബിനു എന്നയാൾ രേണുവിനെ വിവാഹം കഴിച്ചു എന്ന തരത്തിൽ ചില വാർത്തകളും പ്രചരിച്ചിരുന്നു. പിന്നാലെ രേണുവും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തന്നെ താലി കെട്ടിയ ഏക വ്യക്തി സുധിച്ചേട്ടനാണ്. നിയമപരമായിട്ട് വിവാഹം കഴിച്ചയാളും അദ്ദേഹം തന്നെ. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. എന്നാൽ ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള പല ആരോപണങ്ങൾ വരുന്നുണ്ടെന്നാണ് രേണു പറഞ്ഞത്.